നമ്മൾ കുർത്തിയുടെ മെഷർമെൻ്റ് ആണ് കേട്ടോ കാണിക്കുന്നത്. കുർത്തിയുടെ നോർമൽ കുർത്തിയുടെ മെഷർമെൻറ്റ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ തമ്മിലിന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് മെഷർമെൻറ്റ് ചാർട്ടാണ് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബോഡി മെഷർമെൻ്റ് ആണ് പരിചയപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ സൈസിലും വരുന്ന അളവുകൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞു ഷോർട്ട്സ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ അളവ് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൺലൈൻ ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അളവെടുക്കുന്നത്. ഇപ്പോൾ എന്നോട് തന്നെ പല ആൾക്കാരും ചോദിക്കലുണ്ട്, ഓൺലൈനിൽ കൂടെ ചെയ്ത് കൊടുക്കുകയാണല്ലോ, അപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുമ്പം എങ്ങനെയാണ് സൈസൊക്കെ കറക്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ആൾക്കാർക്ക് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഇത് നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് കുർത്തിയുടെ സൈസ് ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് നമ്മൾ സൈസ് എടുക്കുക. ഒരു ബോഡി കിട്ടി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഒരു കുർത്തി ഒരു ചുരിദാർ ഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതെങ്ങനെയാണ് അളവെടുക്കേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത്. ഏത് രീതിയിലാണ് അളവെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റിന് നമ്മൾ അളവെടുക്കുന്ന സമയത്ത് ഷോൾഡറാണ് നമ്മൾ നോക്കുക. ഷോൾഡറിൻ്റെ ലെങ്ത്ത് എത്രയാണ് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കുക. ഷോൾഡറിൻ്റെ ലെങ്ത്ത് എത്രയാണ് വരുന്നത് എന്നുള്ളതാണ്. സെക്കൻഡ് നമ്മൾ നോക്കുന്നത്, അപ്പോൾ ഷോൾഡർ കഴിഞ്ഞതിന് ശേഷം ഷോൾഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ഷോൾഡർ നോക്കിയിട്ട് പിന്നെ അതിന് ഹാഫ് ചെയ്തിട്ടാണ് നമ്മളതിൽ നിന്ന് നെക്കും അതുപോലെ ഷോൾഡറും ഡിവൈഡ് ചെയ്യാം. നമ്മളിത് ബോഡി മെഷർമെൻ്റ് ആണ് കേട്ടോ ഇപ്പോൾ പറയുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബോഡി മെഷർമെൻറ്റ് എടുത്താൽ മതി. കുർത്തി ഞാൻ വരച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുർത്തി വരച്ചത് കേട്ടോ. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഫുൾ ലെങ്ത് ആണ്. അതായത് ഷോൾഡർ ടു ബോട്ടം വരെയുള്ള ലെങ്ത് എത്ര ഇറക്കാണോ നമുക്ക് വേണ്ടത് ആ ഒരു ലെങ്ത് ആണ് പിന്നെ നമ്മൾ മെഷർ ചെയ്യേണ്ടത്. അതായത് ബോഡിയിൽ നിന്ന് നമ്മൾ ഷോൾഡർ ടു ബോട്ടം വരെയുള്ള ലെങ്ത് എത്രയാണോ അതാണ് നമ്മൾ പിന്നെ മെഷർ ചെയ്യേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ അളവെടുക്കാനുള്ളത് ആം ഹോളാണ്. അതായത് കൈക്കുഴി. ആം ഹോൾ എന്ന് പറയുന്നത് കൈക്കുഴിയാണ്. കൈക്കുഴി എത്രയാണോ കൈക്കുഴിയുടെ റൗണ്ട് ആം ഹോൾ റൗണ്ടാണ് പിന്നെ നമ്മൾ മെഷർ ചെയ്യേണ്ടത്. ഇതെല്ലാം നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളത് ക്ലോത്തിലേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 4/4 ചെയ്യണം കേട്ടോ. അതായത് ഡിവൈഡ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് കുർത്തി കട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ മെഷർമെൻറ്റ് എടുക്കേണ്ടത് ചെസ്റ്റ് റൗണ്ട് അതല്ലെങ്കിൽ ബെസ്റ്റ് റൗണ്ട് രണ്ടും അളവെടുക്കുന്നവരുണ്ട് കേട്ടോ. ചിലവർ രണ്ടും അളവെടുത്തിട്ട് ചെയ്യുന്നവരുണ്ട്. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് മാത്രം അല്ലെങ്കിൽ ബെസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, സാധാരണ ബെസ്റ്റ് കൂടുതലുള്ള ആളുകൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ബെസ്റ്റ് റൗണ്ട് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ല ബെസ്റ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് റൗണ്ട് എടുത്താൽ തന്നെ അവർക്ക് കറക്റ്റ് ആയിരിക്കും. ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളൊന്നും തോന്നില്ല. പിന്നെ വരുന്നത് വെസ്റ്റ് റൗണ്ടാണ്. അതായത് വെസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ ഷേപ്പ് ഇവിടെ നിന്ന് ഇങ്ങനെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഷേപ്പിനെയാണ് വെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഷേപ്പിനെ നമ്മൾ അളവെടുക്കുക. പിന്നെ വരുന്നത് ഹിപ്പ് റൗണ്ടാണ്. ഹിപ്പ് റൗണ്ട് അതായത് ഷേപ്പ് കഴിഞ്ഞതിന് ശേഷം സ്ലിറ്റിൻ്റെ ഭാഗമാണ് ഹിപ്പ് എന്ന് പറയുന്നത്. സ്ലിറ്റ് എന്ന് പറയുമ്പോൾ ഹിപ്പിൽ നിന്നും 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഇറക്കിയിട്ടാണ് സ്ലിറ്റ് ചെയ്യുക. അപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗത്തിനെയാണ് ഹിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഹിപ്പ് ആ ഒരു ഭാഗത്ത് നിന്നുള്ള അളവാണ് ഹിപ്പ് എന്ന് പറയുന്നത്. അത് ഹിപ്പിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു 1/2 ഇഞ്ചോ അതല്ലെങ്കിൽ 1 ഇഞ്ചൊക്കെ ഇറക്കിയിട്ടാണ് നമ്മൾ സ്ലിറ്റ് ചെയ്യുക. അതായത് ഓപ്പൺ സൈഡാണ് സ്ലിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓപ്പൺ ആയിട്ട് കുർത്തിക്ക് ഓപ്പൺ സൈഡ് ഉണ്ടാവുമല്ലോ, ആ സൈഡിനെയാണ് നമ്മൾ സ്ലിറ്റ് എന്ന് പറയുന്നത്. ആ സ്ലിറ്റ് ലെങ്ത്ത് പിന്നെ നമ്മൾ അളവെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അളവെടുക്കാനുള്ളത് ഷോൾഡർ ടു ആം വരെ, അതായത് കൈയിൻ്റെ ലെങ്ത്ത്. അത് സ്ലീവ് ലെങ്ത്ത് ആണെന്നുണ്ടെങ്കിൽ സ്ലീവിൽ 3 തരത്തിൽ വരുന്നുണ്ട്. ഒന്ന് ഫുൾ സ്ലീവ് ലെങ്ത്ത് വരുന്നുണ്ട്, പിന്നെ ഒന്ന് ഹാഫ് സ്ലീവ് അതായത് ഷോർട്ടായിട്ടുള്ള സ്ലീവ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുക്കാൽ സ്ലീവ് എന്ന് പറയും. അതായത് കയ്യിൽ മുട്ടിൻ്റെ താഴേക്ക് വരുന്നതിനെയാണ് മുക്കാൽ സ്ലീവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം 3/4 എന്നും പറയാം. അപ്പോൾ ആ ഒരു രീതിയിൽ 3/4 ലെങ്ത്തോ അതല്ലെങ്കിൽ ഫുൾ ലെങ്ത് ആണെങ്കിൽ ഫുൾ ലെങ്ത്ത്. പിന്നെ വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് ഹാഫ് സ്ലീവ് ലെങ്ത്ത് ആണെങ്കിൽ അങ്ങനെ ആ രീതിയിലുള്ള ലെങ്ത്ത് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യാം. പിന്നെ കഴുത്തിന് ഇറക്കം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കഴുത്തിന് ഇറക്കം കൂടെ നമ്മൾ മെഷർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുർത്തിയുടെ സൈസ് എല്ലാ സൈസും എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അധികം ഓൺലൈനായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരാൾ ബോഡി അളവ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം സൈസ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ എന്ന് പറയുക, അല്ലെങ്കിൽ മീഡിയം, L, XL, XXL അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാർട്ട് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിരിക്കും നമുക്കത് തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം പറ്റുന്ന ആൾക്കാരൊക്കെ ഇതൊന്ന് എഴുതി വെക്കുക, എങ്ങനെയാണ് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ തന്നെ ആയിക്കണം എന്നൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ്.
ആണ്. എനിക്ക് കറക്റ്റ് ആവാറുണ്ട്. അതായത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ തന്നെ. പിന്നെ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് ചില ആളുകളൊക്കെ കറക്റ്റ് സൈസൊക്കെ പറഞ്ഞു തരും. ചില ആളുകൾ സൈസ് പറഞ്ഞു തരും എന്നല്ലാണ്ട് പിന്നെ ചെസ്റ്റ് എത്രയാണ് വരുന്നത് അങ്ങനെയുള്ള അളവുകളൊന്നും നമുക്ക് പറഞ്ഞില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ചാർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഷോൾഡറാണ് ഫസ്റ്റ്. ഷോൾഡർ ലെങ്ത് അത് സ്മോളിൽ വരികയാണെന്നുണ്ടെങ്കിൽ, സ്മോൾ സൈസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഷോൾഡർ എത്ര എടുക്കണം എന്നാണ് പറയുന്നത്. ഷോൾഡർ നമ്മൾ 13.5 റൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇത് റൗണ്ട് വൈസ് ആണ് കേട്ടോ. 13.5 ഷോൾഡറിൻ്റെ ലെങ്ത്ത്, റൗണ്ട് അല്ല സോറി, ലെങ്ത്ത് വരുന്നത് 13.5. ഷോൾഡർ എന്ന് പറയുമ്പോൾ അറിയാലോ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ ഷോൾഡർ എന്ന് പറയുന്നത്. അപ്പം ഷോൾഡർ ലെങ്ത്ത് നമ്മൾ നോക്കാം. പിന്നെ ചെസ്റ്റ് ആണ് വരുന്നത്. ചെസ്റ്റ് അളവെടുക്കാം, അതല്ലെങ്കിൽ ബെസ്റ്റിൻ്റെ അളവും എടുക്കാം കേട്ടോ. അപ്പോൾ ചെസ്റ്റ് ആണെങ്കിലും ബെസ്റ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചിലവർ ബെസ്റ്റ് എടുക്കുന്നവരുണ്ട്, ചിലവർ ചെസ്റ്റ് തന്നെ എടുക്കുന്നവരുണ്ട്. ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കൈക്കുഴി ഉണ്ടല്ലോ, നമ്മൾ ആം ഹോളിൻ്റെ ഈ കൈക്കുഴിയുടെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അളവാണ് ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്മോൾ സൈസിൽ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 38 സൈസാണ് കേട്ടോ. പിന്നെ വരുന്നത് വെസ്റ്റ് ആണ്. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷേപ്പിൻ്റെ അവിടെ 36 ആണ് എടുത്തിട്ടുള്ളത്. അപ്പം 36 എന്ന് പറയുമ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ അളവിനെയാണ് 36, അതായത് ഷേപ്പ് വെസ്റ്റ് എന്നെല്ലാം പറയാം. ഓക്കെ. പിന്നെ വരുന്നത് ഹിപ്പാണ്. ഹിപ്പിൽ 43 ആണ് എടുത്തിട്ടുള്ളത്, ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ഹിപ്പ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള റൗണ്ടിനെയാണ് ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ബോട്ടം റൗണ്ട് അത് നമുക്ക് അളവെടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ബോട്ടത്തിൻ്റെ ലെങ്ത്ത് മാത്രമേ നമുക്ക് അളവെടുക്കാൻ പറ്റുള്ളൂ. എത്രയാണ് ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് എന്നുള്ളത് നമുക്ക് ലെങ്ത്ത് വൈസ് നമുക്ക് അളവെടുക്കാൻ പറ്റും. പക്ഷേ റൗണ്ട് വൈസ് നമുക്ക് ബോട്ടം അളവെടുക്കാൻ പറ്റില്ല. പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്യും, ഹിപ്പിൽ നിന്ന് എടുക്കാം. അതല്ലെങ്കിൽ 1 ഇഞ്ചോ 2 ഇഞ്ചോ കൂടുതലായിട്ട് എടുക്കാം. 1 ഇഞ്ചിൻ്റെ കൂടുതലാക്കി എടുത്താൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. 1 ഇഞ്ച് കൂടുതലായിട്ട് എടുക്കുന്നതാണ് ബോട്ടം റൗണ്ട് നമ്മൾ കണക്കാക്കുന്നത്. അതായത് ബോട്ടം റൗണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള റൗണ്ടിനെയാണ് കേട്ടോ ബോട്ടം റൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ അളവെടുക്കാനൊന്നും പറ്റത്തില്ല. ബോട്ടം റൗണ്ട് നമുക്ക് അളവെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഹിപ്പിൽ നിന്ന് 2 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടിയോ അല്ലെങ്കിൽ 1-2 ഇഞ്ച് കൂട്ടിയാൽ മാത്രം മതി. അതിലേറെ കൂടുതലായി കഴിഞ്ഞാൽ കുർത്തിക്ക് ഭംഗി ഉണ്ടാവില്ല. അപ്പം ഇതെന്ന് പറയുന്നത്, ഈ 40 എന്ന് പറയുന്നത് ബോട്ടം റൗണ്ട് അല്ല, ലെങ്ത് ആണ് കേട്ടോ. ബോട്ടത്തിൻ്റെ ലെങ്ത്ത്, അതായത് ഷോൾഡർ ടു ബോട്ടം ലെങ്ത്ത്, ഷോൾഡറിൽ നിന്ന് ബോട്ടം താഴെയുള്ള ലെങ്ത് ആണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ബോട്ടം ലെങ്ത് ആണ് 40 എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ അളവെടുക്കുമ്പോൾ നമുക്ക് ലെങ്ത്ത് മാത്രമേ നമുക്ക് ബോട്ടത്തിൻ്റെത് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമുക്ക് ഹിപ്പിൽ നിന്നും 2 ഇഞ്ച് കൂട്ടി അല്ലെങ്കിൽ 1 ഇഞ്ച് ഒക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ റൗണ്ട് നമ്മൾ കണക്കാക്കുക. പിന്നെ വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത് ആണ് കേട്ടോ മെഷർ ചെയ്തിട്ടുള്ളത്. സ്ലീവിൻ്റെ ലെങ്ത് ആണ് 17 എന്ന് കൊടുത്തിട്ടുള്ളത്. ലെങ്ത് നമ്മൾ കാര്യമാക്കേണ്ടത്, ഞാൻ ജസ്റ്റ് സ്ലീവ് വെറുതെ 17 എന്നിട്ടതാണ്. ലെങ്ത് വൈസ് നമ്മൾ എല്ലാവർക്കും ഈ ഒരു ലെങ്ത് തന്നെ ആവണം എന്നില്ല കേട്ടോ. ചിലവർക്ക് ലെങ്ത് കുറച്ചിട്ടായിരിക്കും, ചിലവർക്ക് കൂടിയിട്ടായിരിക്കും. അതൊക്കെ എങ്ങനെയാണോ കസ്റ്റമേഴ്സ് പറയുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പം എന്തൊക്കെയാണ് ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ, വെസ്റ്റ് റൗണ്ട്, അതുപോലെ ഹിപ്പ് റൗണ്ട്, ബോട്ടം എന്താണ്, എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് M, L, XL ഈ ഒരു സൈസ് വൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് എഴുതി വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളാണ്. ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ് നമുക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അളവൊന്നും അറിയാത്തവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അളവ് എടുക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ അളവ് എടുത്ത് ചെയ്താൽ അത് അത്രയും ബെറ്ററാണ്. പക്ഷേ ഓൺലൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അളവൊന്നും നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ചാർട്ട് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആകും അങ്ങനെ ഓൺലൈൻ ചെയ്ത് കൊടുക്കുന്ന ആളുകൾക്ക് കേട്ടോ. എനിക്കിത് ഒരുപാട് ഈ ഒരു ചാർട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ ഇത് പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഓരോ സൈസ് വൈസ് നമുക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് എടുത്തത്. അതന്ന് മുതൽ ഇപ്പോൾ ഇതുവരെ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട് എനിക്ക്. പിന്നെ നമുക്ക് ഒന്നും കൂടെ എളുപ്പത്തിൽ, അതായത് ഇതിപ്പോൾ ഓരോ സൈസ് S, M, L, XXL എന്നുള്ള ഈ ഒരു സൈസ് വൈസിൽ നമുക്ക് വേറെ ഒരു ടെക്നിക്കും കൂടെ ഉണ്ട്. അതായത് ആം ഹോളും എത്ര എടുക്കണം, ഷോൾഡർ എത്ര എടുക്കണം, അതല്ലെങ്കിൽ നെക്ക് എത്ര എടുക്കണം എന്നുള്ളതിൻ്റെ ഒരു എളുപ്പ വഴിയും കൂടെ ഉണ്ട്. അതും അറിഞ്ഞിരുന്നാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതിൻ്റെ ഒരു ചാർട്ടും കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഏകദേശം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഒരു സൈസ് ചാർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എത്ര പേർക്ക് ഇതിപ്പം യൂസ്ഫുൾ ആയിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പം കമൻറ്റിൽ നിങ്ങൾ പറയുക നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക എത്രമാത്രം യൂസ്ഫുൾ ആയിട്ടുണ്ട്. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴെങ്കിലും എനിക്ക് മനസ്സിലാവും എത്ര പേർക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടാകും. പക്ഷേ സൈസിൽ തെറ്റുണ്ടെന്നല്ല കേട്ടോ പറഞ്ഞത്.
നമ്മൾ പറയുന്നതിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിലോ ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. നെക്സ്റ്റ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ ഒന്നും കൂടെ ഒരു ഈസി മെത്തേഡ് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ഓൺലൈൻ ചെയ്യുന്നവർക്ക് തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന വേറൊരു ഈസി മെത്തേഡും കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ അത് നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. ആ ഒരു സൈസ് നമ്മൾ ഇപ്പോൾ ഈ സൈസ് തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കുക. ഒന്ന് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അതല്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കുക ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആകും. ഓക്കെ, അപ്പോൾ മറ്റൊരു ചാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതെനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചാർട്ട് മെഷർമെൻറ്റാണ് ഇത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് നോർമൽ കുർത്തിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര നോർമൽ കുർത്തി എന്നല്ല, നമ്മൾ ഏത് കുർത്തി ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും എന്ത് ബോഡി മെഷർമെൻറ്റിലാണെങ്കിലും നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള, അതായത് തുടക്കക്കാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും ഈ ഒരു ചാർട്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇതിങ്ങനെ ആകുമ്പോൾ ഇങ്ങനെയാവോ ശരിയാവോ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. ആ ടെൻഷൻ മുഴുവൻ മാറി കിട്ടും ഈ ഒരു ചാർട്ട് മാത്രം മതി. അത്രയും നമുക്ക് ടെൻഷൻ ഒഴിവായി കിട്ടും. നമുക്ക് പക്കായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ചാർട്ടാണ് ഇത് കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇതെനിക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് തന്ന ഒരു ചാർട്ടാണ് കേട്ടോ. നമ്മളവർ ടിപ്സൊക്കെ പറഞ്ഞു തരുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്കൊന്നും കൂടെ എളുപ്പമാവാൻ വേണ്ടിയിട്ട് അവരൊരു ചാർട്ട് തയ്യാറാക്കി തന്നതാണ്. ഇതെനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നോർമൽ കുർത്തിയുടെ മെഷർമെൻറ്റാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ചെസ്റ്റ് റൗണ്ട്, പിന്നെ ഷോൾഡർ, ആം ഹോൾ, നെക്ക്. ഇത് ബാക്ക് നെക്കാണ് കേട്ടോ. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഫ്രണ്ട് നെക്കും കൂടെ എഴുതിയിട്ടുണ്ട്. അത് ഇവിടെ സ്ഥലമില്ലാഞ്ഞിട്ടാണ് ഇവിടെ എഴുതിയത് കേട്ടോ. അപ്പം ഫ്രണ്ട് നെക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ വരുന്നത് കോളർ നെക്ക്. കോളറിലാവുമ്പോൾ ഇത് നോർമൽ നെക്കിൻ്റെ മെഷർമെൻറ്റാണ് കേട്ടോ. ഇത് നോർമൽ നെക്കിൻ്റെ മെഷർമെൻറ്റ്, അതായത് നെക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഇത് നോർമൽ ആണ്. അതുപോലെ ഇത് കോളർ നെക്കിൽ വരുമ്പോൾ എന്തൊക്കെ ഡിഫറൻസ് ആണ് വരുന്നത് എന്നുള്ളത് ഒരു 3 പോയിന്റ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 3 പോയിന്റ് മാത്രം മതി നമുക്ക് കോളർ നെക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ടിക്കും കൂടെയാണിത്. പിന്നെ ചെസ്റ്റിൽ വരുന്നത്, അപ്പോൾ ഇതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഫുൾ സൈസാണ് കേട്ടോ. 6 to 28 സൈസ്, അതായത് ഒരു 18-17 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ചെയ്യുന്ന ഒരു മെഷർമെൻറ്റാണ് ഇത് കേട്ടോ. അപ്പം ഇത് നമ്മൾ ബെസ്റ്റിൻ്റെ സൈസാണ്. ഇപ്പോൾ ചില ആളുകൾ എത്ര സൈസ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് 38, 35, 36 അങ്ങനെ പറയുമല്ലോ. ആ ഒരു സൈസ് മെഷർമെൻറ്റാണ് ഇത് കേട്ടോ. അപ്പം ഇത് 26 തൊട്ട് 28 വരെയുള്ള ബെസ്റ്റിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ നമ്മൾ സൈസ് ചോദിക്കുന്ന സമയത്ത് ചില ആൾക്കാർ നമുക്ക് ബെസ്റ്റിൻ്റെ സൈസ് എത്ര, നിങ്ങളുടെ ബെസ്റ്റിൻ്റെ സൈസ് എത്രയെന്ന് ചോദിക്കുമല്ലോ. ആ ഒരു നമുക്ക് പെട്ടെന്ന് ഒരു ടെക്നിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അളവൊന്നും എങ്ങനെ എടുക്കേണ്ട അറിയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈനിൽ ചെയ്ത് കൊടുക്കുന്നവർക്കൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. കാരണം അളവറിയില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചോദിക്കാം, നിങ്ങളുടെ ബെസ്റ്റിൻ്റെ സൈസ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കാം. അപ്പോൾ ആ സമയത്ത് അവർ നമുക്ക് ബെസ്റ്റിൻ്റെ സൈസ് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും ഈ ഒരു ചാർട്ട്. കാരണം എന്താ വെച്ചാൽ ആ സൈസിനനുസരിച്ച് നമുക്ക് ഷോൾഡർ കണക്കാക്കാം, ആം ഹോൾ കണക്കാക്കാം, ബാക്ക് നെക്ക് എത്ര എടുക്കണം, ഫ്രണ്ട് നെക്ക് എത്ര എടുക്കണം എന്നുള്ളത് മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാം, കണക്കാക്കാൻ പറ്റും. ഈ കണക്ക് ഒരിക്കലും തെറ്റില്ല കേട്ടോ. ഞാൻ 100% പറയാണ്, കാരണം എനിക്ക് നല്ല അനുഭവം ഉള്ളത് കൊണ്ടാണ്. ഞാനിതുവരെ ഈ ഒരു ചാർട്ട് ബേസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കറക്ഷൻസും ചെയ്യേണ്ടി വന്നിട്ടില്ല കസ്റ്റമേഴ്സിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ചാർട്ട് അപ്പോൾ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഒരു സൈസും മെഷർമെൻറ്റ് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എത്രമാത്രം ആളുകൾക്ക് ഇത് യൂസ്ഫുൾ ആവും എന്ന് എനിക്കറിയില്ല. ഇൻഷാല്ലാ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി വീഡിയോയും കൂടെ ഞാൻ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ആ ഒരു ചാർട്ടും കൂടെ എല്ലാവർക്കും പരിചിതമാകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് പേർക്ക് അത് യൂസ്ഫുള്ളായി എന്ന് വരും. അപ്പം ഒരു വീഡിയോ ഒരുപാട് ലെങ്താക്കി നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് പറയുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഇതിൻ്റെ ബാക്കി ചാർട്ടും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ഇൻഷാല്ലാ ചെയ്യും. ഒരു വീഡിയോയും കൂടെ ഉണ്ടാകുമ്പോൾ ചിലപ്പം ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും. കാരണം എനിക്ക് ഒത്തിരി യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.